മണിക്കൂറുകളോളം ദീർഘമായി പറഞ്ഞതൊന്നും ഒന്നുമല്ലെന്നും പറയാൻ ഒരുപാട് ബാക്കിയെന്നുമാണ് ഇന്നലെയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരിനെതിരെ തൊടുക്കുന്ന ചാട്ടുളി. രാജ്യത്തിന്റെ അന്തസ്സിനെ ബാധിക്കുന്നതെന്നും അതുകൊണ്ട് അതൊന്നും പറയുന്നില്ലെന്നും ഒരു ഗവർണർ പറയുമ്പോൾ അത് അതിഗുരുതരമാണ്. ആരിഫ് മുഹമ്മദ് ഖാന്റെ വാചാലമായ മൗനത്തിലേക്ക് ഇന്ന് രമേശ് ചെന്നിത്തല 6 ചോദ്യങ്ങളെന്ന മട്ടിൽ എഴുതിയിലേക്ക് എണ്ണ കോരി. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് ഡിലിറ്റ് നൽകാനുള്ള ചാൻസലറുടെ ശുപാർശ സർക്കാർ ഇടപെട്ട് അട്ടിമറിച്ചോ എന്നൊരൊറ്റ ചോദ്യം അരഡസൻ ചോദ്യങ്ങൾ ഏറ്റവും മുഴക്കത്തിൽ കേൾക്കുന്നുമുണ്ട്. ചോദ്യങ്ങൾ ഒരുപാട് അന്തരീക്ഷത്തിൽ വിലയം പ്രാപിക്കുമ്പോൾ കേരളത്തിനൊന്നറിയാം. സംസ്ഥാനത്തെ 13 സർവകലാശാലകൾ ഇക്കഴിഞ്ഞ 23 ദിവസങ്ങളായി നാഥനില്ലാ കളരിയാണ്. അതേതെങ്കിലും ഒരു ഗവർണറുടെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പല്ല, നിയതമായ നിയമങ്ങളാണ്, ഭരണഘടനയാണ്, സർവകലാശാല നിയമങ്ങളും സ്റ്റാറ്റ്യൂട്ടുകളുമാണ്, കേരള നിയമസഭ ഒരുമിച്ചിരുന്ന് പാസാക്കിയ നിയമങ്ങളാണ്. സാങ്കേതികമായെങ്കിലും ആ സഭയുടെ അധിപൻ സാക്ഷാൽ ഗവർണർ. അതൊന്നും ബാധകമല്ലാത്ത ഞാനിതൊക്കെ ഒരു കത്തെഴുതി ഇട്ടെറിഞ്ഞ് പോകുമെന്നൊരു പിടിവാശിക്ക് ഗവർണർക്ക് അധികാരമില്ല എന്നക്കമിട്ട് അസന്നിഗ്ധമായി പറയുന്നുണ്ട് വി ഡി സതീശൻ. ആ ഏറ്റുമുട്ടൽ ഇവിടെ മാത്രമല്ല. ദീദിയുടെ വങ്കനാട്ടിൽ ഇപ്പോൾ ഗവർണർ സർക്കാർ ഏറ്റുമുട്ടൽ പൂരത്തിന്റെ അടുത്ത സീസണിന്റെ കൊടിയേറ്റ കാലം. ഇതേ വിഷയത്തിൽ വി സി നിയമനത്തിൽ തന്നെയാണ് ഇക്കുറി മമതയും ധൻഗറും കൊമ്പുകോർക്കൽ. ഇവിടെ ഒരു കണ്ണൂർ വീശിയെങ്കിൽ അവിടെ 24 സർവകലാശാലകളിലാണ് ധൻഗറിന്റെ 16ാമത്തെ കലാപക്കൊടി. അവിടെ ദീദിയോട് ഏറ്റുമുട്ടിയപ്പോഴൊക്കെ പല്ലുപോയതാണ് ധൻഗറുടെ ശീലം. ഗവർണർ കലാപം തുടർന്നാൽ ബംഗാൾ മുഖ്യമന്ത്രിയെ സർവകലാശാലയുടെ ചാൻസലറാക്കുന്നത് ആലോചിക്കുമെന്നാണ് ഭൃത്യ ബസുവിന്റെ മുന്നറിയിപ്പ്. ബംഗാളിലും തീരുന്നില്ല, മഹാരാഷ്ട്രയിലും ഗവർണർ അസ്വസ്ഥനാണ്. ഭഗത് സിംഗ് കോശ്യാരിയുടെ അവിടുത്തെ പ്രശ്നം മഹാവികാസ് അഘാടി സർക്കാരിന്റെ സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഈ അസ്വസ്ഥതകൾക്ക് പിന്നിൽ രാഷ്ട്രീയമില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് പോലും വിശ്വസിക്കുന്നില്ലെന്ന് ഉറപ്പ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ അസ്വാസ്ഥ്യം സർക്കാർ ഇടപെടൽ താങ്ങാനാവാതെ എന്ന വാക്കുകൾ തന്നെ മുഖവിലക്കെടുക്കാം. ഇനി അങ്ങനെയല്ലെങ്കിൽ ഒരു നിത്യവൈരാഗ്യ ബുദ്ധി ഗവർണർക്കുണ്ടെങ്കിൽ ഹിസ് എക്സലൻസി ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ജനാധിപത്യത്തിൽ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ തട്ട് മാത്രമേ താഴ്ന്നിരിക്കൂ. പ്രിയ പ്രേക്ഷകർക്ക് സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അഡ്വക്കേറ്റ് അരുൺകുമാർ, ശ്രീ KVS സരിത, ശ്രീ ജോസഫ് സി മാത്യു എന്നിവരാണ് ഈ ചർച്ചയിൽ ചെയ്യുന്നത്. ആദ്യം ഞാൻ ശ്രീ ജ്യോതികുമാർ ചാമക്കാലിൽ എത്തുന്നതിന് മുൻപ് ഇന്ന് രാവിലെയാണ് രമേശ് ചെന്നിത്തല 6 ചോദ്യങ്ങൾ എന്ന മട്ടിൽ കേരള രാഷ്ട്രീയത്തെ അസ്വസ്ഥമാക്കുന്ന ചോദ്യങ്ങൾ ഉന്നയിച്ചത്. അതിലേക്ക് ആദ്യം ഓണററി ഡീലിറ്റ് നൽകാനുള്ള ശുപാർശ സംസ്ഥാന ഗവർണർ ചാൻസലർ എന്നുള്ള നിലയിൽ കേരള സർവകലാശാല VC-ക്ക് നൽകിയിരുന്നു. അങ്ങനെ ഒരു ശുപാർശ നൽകിയിട്ടുണ്ടെങ്കിൽ അതെന്നാണ്? 2, രാഷ്ട്രപതിക്ക് ഓണററി ഡീലിറ്റ് നൽകാനുള്ള ചാൻസലറുടെ നിർദ്ദേശത്തെ സംസ്ഥാന സർക്കാർ ഇടപെട്ട് വൈസ് ചാൻസലറെ കൊണ്ട് നിരാകരിപ്പിച്ചിട്ടുണ്ടോ? രാഷ്ട്രപതിക്ക് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇന്നലെ രാജ്യത്തിന്റെ അന്തസ്സിനെ ബാധിക്കും, അതുകൊണ്ട് പറയാൻ എനിക്ക് ഒരുപാടുണ്ട്, ഒന്നും പറയുന്നില്ല എന്ന അർദ്ധോക്തിയിൽ ഗവർണർ നിർത്തിയെങ്കിൽ ഒരു പദപ്രശ്നം പോലെ ഒരു പ്രഹേളിക അന്തരീക്ഷത്തിൽ ഗവർണർ വിട്ടുവെങ്കിൽ ഇതാ ഇന്ന് രാവിലെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആ പദപ്രശ്നം ചേരുംപടി പൂരിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് അസാധാരണമായ ആകസ്മികത? നോക്കൂ ഹാഷ്മി, നമ്മുടെ സംസ്ഥാനത്തെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ഗവർണറും സർക്കാരും തമ്മിലുള്ള ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി ഉടലെടുത്തിട്ട് ഡിസംബർ മാസം 8-ാം തീയതി മുതൽ അതിനുശേഷം നാളിതുവരെ സംസ്ഥാനത്തെ ഗവർണർ ചാൻസലർ എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് ചാൻസലർ എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫയലും നോക്കിയിട്ടില്ല. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരത്തിൽ സർക്കാരും ഗവർണറും തമ്മിലുള്ള പരസ്പരമുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല ആകെ ഇപ്പോൾ താറുമാറായിരിക്കുന്നു, നാഥനില്ലാ കളരിയായിരിക്കുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിൽ ഈ വിഷയം ആദ്യം ചർച്ച ചെയ്യുന്നത് ഞങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി പറയുന്നു. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ രാഷ്ട്രീയമായ ഇടപെടൽ ഉണ്ടാകുന്നു, അതിൻ്റെ ഓട്ടോണമി തകർക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്ന് പ്രതിപക്ഷം കഴിഞ്ഞ കുറേ കാലമായി പറയുമ്പോൾ, ശ്രീ KT ജലീലിൻ്റെ കാലം മുതൽ പറയുമ്പോൾ അതൊക്കെ പ്രതിപക്ഷത്തിൻ്റെ ജൽപ്പനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ പുച്ഛിച്ച് തള്ളിയിരുന്നവർ. നമുക്കറിയാം 8-ാം തീയതിക്ക് ശേഷം ഗവർണർ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തും ഗവർണർ പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ അന്ന് മുതൽ ഇങ്ങോട്ട് ഈ സംസ്ഥാനത്ത് ഗവർണർ മുന്നോട്ട് വെച്ച അദ്ദേഹം പൊതുസമൂഹത്തോട് പറഞ്ഞത് കണ്ണൂർ വൈസ് ചാൻസലർ നിയമനമായാലും കലാമണ്ഡലം സർവകലാശാലയുടെ VC ഗവർണർക്കെതിരെ കൊടുത്ത കേസിനെ സംബന്ധിച്ചായാലും നിരവധി വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്.
അതുപോലെ തന്നെ സംസ്കൃത സർവകലാശാലയുടെ VC നിയമനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി അപ്പലേറ്റ് ട്രിബ്യൂണലിനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഒത്തിരി വിഷയങ്ങൾ ഒന്നിനൊന്ന് അക്കമിട്ട് നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിക്ക് ഗവർണർ നൽകിയ കത്ത് പൊതുസമൂഹത്തിൽ വന്നു. അതിനെ തുടർന്ന് നിരവധി തവണ താൻ ഈ ചാൻസലർ സ്ഥാനം ഒഴിയാൻ സന്നദ്ധനാണെന്നും അത് നിയമനിർമ്മാണത്തിലൂടെ സർക്കാർ ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ നിരവധി തവണ പൊതുസമൂഹത്തിനോട് തന്നെ സംവദിക്കുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നലെയാണ് വീണ്ടും അദ്ദേഹം അടുത്ത ഒരു പടി കൂടി കടന്നിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രാജ്യത്തിൻ്റെ അന്തസ്സിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ കേരളത്തിലെ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് പരസ്യമായി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ അതൊരു ചോദ്യരൂപേണ സംസ്ഥാനത്തെ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ ശ്രീ രമേശ് ചെന്നിത്തല ഇന്ന് ബന്ധപ്പെട്ട അധികാരികൾ ഇതിന് മറുപടി പറയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അതിനോട് പ്രതികരിച്ചത് അത്തരത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഡീലിറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ലെന്നും സർവകലാശാലകളുടെ സ്വയംഭരണ അവകാശം സംരക്ഷിച്ചുകൊണ്ട് തന്നെ മുൻപോട്ട് പോകണമെന്നും പറയുന്ന ആരാണെന്ന് നമുക്കറിയാമല്ലോ. ഒരു വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ സെർച്ച് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ ക്യാൻസൽ ചെയ്തുകൊണ്ട് ഉണ്ടായിരുന്ന വൈസ് ചാൻസലർ തന്നെ തുടർന്നും അവിടെ അദ്ദേഹത്തിന് റീ അപ്പോയിൻമെൻറ്റ് കൊടുക്കണമെന്ന് സർവകലാശാലയുടെ സ്വയംഭരണ അവകാശങ്ങളിന്മേൽ കടന്നു കയറിക്കൊണ്ട് ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കത്ത് കൊടുത്തത് കഴിഞ്ഞ മാസം 22-ാം തീയതി ഞാനതിലേക്ക് വരുന്നത്. അതിന്റെ തലങ്ങളൊക്കെ മാറി. രാജ്യത്തിന്റെ രാഷ്ട്രപതിക്ക് ഡീലിറ്റ് നൽകാൻ ഗവർണർ നിർദ്ദേശിച്ചു, സർക്കാർ ഇടപെട്ട് അട്ടിമറിച്ചു. ചെറിയ ആരോപണമാണോ? താങ്കൾ ഒരു മിനിറ്റ് തരുന്നേ, ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇന്ന് അത്തരത്തിലൊരു ഒരു ചോദ്യം പൊതുസമൂഹത്തിലേക്ക് ശ്രീ രമേശ് ചെന്നിത്തല ഉന്നയിച്ചപ്പോൾ അതിന് മറുപടിയായി പറഞ്ഞ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അവർ പറഞ്ഞത് ഈ സംസ്ഥാനത്തെ സർവകലാശാലകളുടെ സ്വയംഭരണാവകാശം നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി ഒരു കാരണവശാലും തങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടില്ല എന്നാണ്. അവരിടപെട്ടതിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചാൽ എന്താ അപാകത? അപ്പോൾ അത്തരത്തിൽ അവർ പറയുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന്. ഇന്നലെ ഗവർണർ പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ രാജ്യത്തിൻ്റെ അന്തസ്സിനെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായി എന്ന് പറയുമ്പോൾ എന്താണ് ആ ഇടപെടൽ എന്നറിയുവാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അവകാശമുണ്ട് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചിരിക്കുന്ന ചില ചോദ്യങ്ങൾ, അതിനോട് സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇതിലൊന്നും ഇടപെട്ടിട്ടില്ല എന്നാണ്. അപ്പോൾ ഇനി അതിനകത്ത് വ്യക്തത വരുത്തേണ്ടത് സർവകലാശാലയും ഗവർണറുമാണ്. ഗവർണർ ഇത്തരത്തിൽ സർവകലാശാലയോട് ആവശ്യപ്പെട്ടിരുന്നോ? സർവകലാശാല എന്ന് പറയേണ്ടത് ഗവർണർ തന്നെയാണ്. സർവകലാശാലയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇത്തരത്തിലൊരു നിർദ്ദേശം കിട്ടിയിരുന്നോ എന്ന് പറയേണ്ടത് സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ്. ഇതിൽ മന്ത്രി പറഞ്ഞല്ലോ ശ്രീ ചാമക്കാല, അങ്ങനെ ഉണ്ടായില്ല. പക്ഷേ ഇത് അന്തരീക്ഷത്തിൽ നിന്നുണ്ടാവുന്നതല്ലല്ലോ. രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവാണ്, കേരളത്തിലെ നമ്പർ 1 രാഷ്ട്രീയ നേതാക്കളിൽ പ്രധാനിയാണ്. അദ്ദേഹം പറയുകയാണ് രാഷ്ട്രപതിക്ക് ഓണററി ഡീലിറ്റ് നൽകാൻ നടപടി സ്വീകരിക്കണമെന്ന് ചാൻസലർ കൂടിയ ഗവർണർ കേരള സർവകലാശാല VCക്ക് നിർദ്ദേശം നൽകിയിരുന്നെങ്കിൽ എന്നാണ്. ഈ നിർദ്ദേശം സർക്കാർ ഇടപെടലിനെ തുടർന്ന് കേരള സർവകലാശാല VC നിരാകരിച്ചിരുന്നു എങ്കിൽ അങ്ങനെ ഒരു അടിസ്ഥാനമില്ലാതെ കുറേ അധികം ചോദ്യങ്ങൾ വിട്ടിട്ട് നിങ്ങൾ തെളിയിക്കൂ എന്ന് പറയൽ ശരിയാണോ ശ്രീ ചാമക്കാല? ഇതിൻ്റെ സോഴ്സ് എവിടെയാണ്, എവിടെ നിന്നാണ്? ഹാഷ്മി, ഇതേ വിവാദം താങ്കൾ ഈ പറയുന്ന ഡിസംബർ 8-ന് ശേഷം ഈ വിവാദം തുടങ്ങി. ഈ വിവാദത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ പരസ്യമായി പറഞ്ഞിരുന്നു, ഞാൻ ഉൾപ്പെടെ ചാനലുകളിൽ പറഞ്ഞിരുന്നു. കണ്ണൂർ വൈസ് ചാൻസലറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് അനധികൃതമായി നിയമവിരുദ്ധമായി സംസ്ഥാനത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് കത്ത് നൽകിയെന്ന് ആദ്യം പൊതുസമൂഹത്തോട് പറയുന്നത് രമേശ് ചെന്നിത്തല തന്നെയാണ്. ആ വസ്തുതകളെ സംബന്ധിച്ച് നിങ്ങൾ ചോദിച്ചു എന്താ തെളിവ്, എവിടെയാ തെളിവ് എന്നൊക്കെ കുറേ ദിവസം ചോദിച്ചു. ഏറ്റവും അവസാനം ആ തെളിവുകൾ പുറത്തു വന്നില്ലേ? ആ തെളിവുകൾ കൃത്യമായില്ലേ? അതിൻ്റെ ഞാൻ സമയം കൂടുതൽ എടുക്കുന്നില്ല, കൃത്യമായി അതിനകത്ത് പുറത്തു വന്നില്ലേ? ഒരേ ദിവസം തന്നെ സംസ്ഥാനത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇത്തരത്തിൽ ഗവർണറെ വൈസ് ചാൻസലർ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ ക്യാൻസൽ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ഇന്നയാളെ തന്നെ റീ അപ്പോയിൻമെൻറ്റ് നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തില്ലേ? അത് ഒരിക്കലല്ല, ഒന്നിലധികം തവണ ലെറ്റർ കൊടുത്തില്ലേ? അപ്പോൾ അന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ വിഷയത്തിലും അദ്ദേഹം ചോദിക്കുന്ന സംശയങ്ങളെ സംബന്ധിച്ച് ആ സംശയം ദൂരീകരിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഇതിൻ്റെ സ്ഥാനത്തിരിക്കുന്നവർക്കാണ്, ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്കാണ്. അതിൽ സർക്കാരുണ്ട്, കേരള സർവകലാശാലയുണ്ട്, ഗവർണറുണ്ട്. ഇവർ 3 പേരും ഇതിനെ സംബന്ധിച്ച് അവരുടെ ഭാഗങ്ങൾ വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് സർക്കാർ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഇതിലൊന്നും ഇടപെട്ടില്ല എന്ന്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് മാത്രമേ നമുക്കിപ്പോൾ തൽക്കാലം പറയാൻ കഴിയുന്നുള്ളൂ. അല്ല, അതായത് മന്ത്രി ആർ ബിന്ദുവിൻ്റെ കത്ത് പോലെ ഇതുമായി ബന്ധപ്പെട്ട കുറച്ചധികം രേഖകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നാണോ ചാമക്കാല പറയുന്നത്? സ്വാഭാവികമായും വരണമല്ലോ. ഒരു ഉത്തരവാദിത്വപ്പെട്ടവർ ഇത്തരത്തിൽ ഒരു ചോദ്യം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒന്നുമില്ലാതെ ഉന്നയിക്കില്ലല്ലോ. വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാമെന്നേ. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിഷയങ്ങളാണ്, എന്തൊക്കെ വിവരങ്ങളാണ് പുറത്തു വരാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇവിടെ നമുക്കറിയേണ്ടത്, ഞാൻ പറയുന്നു, ഞാൻ ആധികാരികമായി ആവശ്യപ്പെടുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ മെറിറ്റിലേക്കല്ല ഞാൻ കിടക്കുന്നത്.
ഇതിൻ്റെ ഇന്ത്യയുടെ പ്രസിഡന്റിന് കേരള സർവകലാശാല ഡിലീറ്റ് കൊടുത്തോ അല്ലെങ്കിൽ കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ കൊടുക്കാൻ സാധ്യതയുണ്ടോ അതൊന്നുമല്ല നമ്മുടെ പ്രശ്നം. ഈ ഇന്ത്യയുടെ ഇത്തരത്തിൽ ചാൻസലർ ഒരാൾക്ക് ഡിലീറ്റ് കൊടുക്കണമെന്ന് സർവകലാശാലയോട് ശുപാർശ ചെയ്തിട്ടുണ്ടോ? ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സർവകലാശാല നിയമാനുസൃതം ചെയ്യേണ്ടത് ആ ശുപാർശ സ്വാഭാവികമായും സിൻഡിക്കേറ്റിൻ്റെ മുമ്പിലേക്ക് പോകണം. ഈ സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ട് 28 അനുസരിച്ച് ഹോണററി ഡിഗ്രിയെ സംബന്ധിച്ച് വളരെ സ്പെസിഫിക്കായി പറയുന്നുണ്ട്. അതിനകത്ത് 3 തരം ഹോണററി ഡിഗ്രിയെക്കുറിച്ച് പറയുന്നുണ്ട്. DSc അഥവാ ഡോക്ടർ ഓഫ് സയൻസ്, ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് അഥവാ ഡിലിറ്റ്, അതുപോലെ ഡോക്ടർ ഓഫ് ലോസ്, LLD. ഈ 3 ഓണററി ഡിഗ്രികളാണ് ഉള്ളത്. ഈ ഡിഗ്രികൾ എങ്ങനെയാണ് അവാർഡ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ആ സ്റ്റാറ്റ്യൂട്ടിൻ്റെ ചാപ്റ്റർ നമ്പർ 28 വളരെ സ്പെസിഫിക്കായി പറയുന്നുണ്ട്. അത് പറയുന്നത് ഇതിൻ്റെ പ്രപ്പോസൽ പരിഗണിക്കേണ്ട ബോഡി സിൻഡിക്കേറ്റാണ്. ആ സിൻഡിക്കേറ്റ് അത് പരിഗണിച്ച് കഴിഞ്ഞാൽ പരിഗണിച്ച് അത് ഇന്നയാൾക്ക് ഡിലിറ്റ് കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ അഥവാ DSc കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ അഥവാ LLD കൊടുക്കണം തീരുമാനിച്ചാൽ ആ പ്രപ്പോസൽ തൊട്ടടുത്തതായി പോകേണ്ടത് സെനറ്റിലേക്കാണ്. ആ സെനറ്റിൽ അത് പരിഗണിക്കുന്ന സെനറ്റിൽ എത്ര അംഗങ്ങൾ ഹാജരുണ്ടോ അതിൻ്റെ 2/3 മെജോറിറ്റിയോടുകൂടി അത് പാസ്സാക്കുകയും അത് ഗവർണർക്ക് അസന്റിനായി അയക്കുകയും വേണം. ഗവർണർ അതിൽ ഒപ്പിടുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ അദ്ദേഹത്തിന് അഥവാ അവർക്ക് ഡിലീറ്റ് കൊടുക്കാൻ യോഗ്യതയാകുന്നു, അവർക്ക് ഡിലീറ്റ് കൊടുക്കാൻ തീരുമാനിക്കുന്നു. പിന്നീട് അവർക്ക് എന്നാണ് ഇത് അവാർഡ് ചെയ്യുന്നത് അവാർഡിംഗ് ഡേറ്റ് കൂടി ഗവർണർ ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഗവൺമെൻറ്റിന് ഒരു റോളുമില്ല. ഗവൺമെൻറ്റിൽ നിന്നല്ല ആർക്കും ഒരു റോളുമില്ല. പക്ഷേ നമുക്കൊക്കെ പ്രപ്പോസ് ചെയ്യാം. കാരണം സിൻഡിക്കേറ്റാണ് ഇത് പരിഗണിക്കുന്നതെന്ന് പറയുമ്പോൾ ഞാനോ താങ്കളോ ആർക്ക് വേണമെങ്കിലും നമുക്ക് ഇത്തരത്തിലൊരു പ്രപ്പോസൽ കൊടുക്കാം സർവകലാശാലയ്ക്ക്. സർവകലാശാല പരിഗണിച്ചത് ഉചിതമാണെങ്കിൽ സിൻഡിക്കേറ്റിൽ പ്ലേസ് ചെയ്യും. അതിനൊരു മിനിറ്റ്സ് ഉണ്ടാകും. ആ മിനിറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ തീരുമാനമെടുക്കും. ചിലപ്പോൾ റിജക്റ്റ് ചെയ്യും. അത് അടുത്ത സെനറ്റിലേക്ക് പോകും. അതാണ് അതിൻ്റെ പ്രൊസീജിയർ. അഡ്വക്കേറ്റ് അരുൺകുമാർ, ഈ ദേജാവു എന്നൊക്കെ പറയുന്നത് പോലെ ഒരു എപ്പിസോഡ് ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. അന്ന് കണ്ണൂർ വീസ് നിയമനത്തിൽ ഇടപെട്ടിട്ടേയില്ല പറയുന്നവരാണ്. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചാണ്. ആവർത്തിച്ച് പാർട്ടിയും സർക്കാരും പറയുന്നു സർക്കാർ ഇടപെടലില്ല. മന്ത്രിയുടെ കത്ത് പച്ച വെളിച്ചം പോലെ പുറത്തു വന്നില്ലേ? ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പുറത്തു വന്നില്ലേ? സർക്കാരും അന്ന് ന്യായീകരിച്ചവരൊക്കെ ചൂട് നിന്നില്ലേ? ആര് കണ്ടു ഇനിയും കത്തുകളുടെ നീണ്ട നിര പുറത്തു വരില്ലെന്ന് ശരൺകുമാർ? ഹാഷ്മി, കേരളത്തിലാകെ 15 സർവകലാശാലകളുണ്ട്. അതിൽ 10 സർവകലാശാല ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലാണ്. 5 സർവകലാശാല അതാത് വകുപ്പിൻ്റെ ആരോഗ്യം, കാർഷികം, വൈറ്റ്നറി, ഫിഷറീസ്, കലാമണ്ഡലം അത്തരത്തിൽ 5 ഡിപ്പാർട്ട്മെൻറ്റ് വകുപ്പുകളുടെ കീഴിലാണ്. ഈ 15 സർവകലാശാലകളിൽ 14 സർവകലാശാലകളുടെയും ചാൻസലർ ബഹുമാനപ്പെട്ട ഗവർണറാണ്. അതായത് അതാത് സർവകലാശാല ആക്ടുകൾ കേരളത്തിൻ്റെ നിയമസഭ പാസ്സാക്കുമ്പോൾ ആ നിയമസഭയിലെ പ്രത്യേക വകുപ്പ് പ്രകാരം ഓരോ സർവകലാശാല ആക്ടിൻ്റെയും സെക്ഷൻ പ്രത്യേക വകുപ്പ് പ്രകാരം ഗവർണർ ആരാണോ അയാളാണ് ചാൻസലർ. അതുപോലെ തന്നെ ഈ 15 സർവകലാശാലയുടെയും പ്രോ ചാൻസലർ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. ഇപ്പൊ കുറച്ച് നാളായി ഇവിടെയുള്ള വിവാദം കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സർവകലാശാലകളിൽ ഇടപെട്ടു എന്ന രൂപത്തിലാണ്. ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സർവകലാശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരാണ് എന്നതാണ് ഏറ്റവും ഗൗരവമായി ചിന്തിക്കേണ്ടത്. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ആക്ടിന്റെ സെക്ഷൻ 8 ഞാനൊന്ന് വായിക്കാം. സെക്ഷൻ 8 പ്രകാരം പ്രോ ചാൻസലർ the minister of the time being administering the subject of education in the state shall be pro chancellor of the university. 2 subsection in the absence of the chancellor or during his inability to act the pro chancellor നമ്മൾ പഴയ ചർച്ചകളിലേക്ക് പോവുകയാണോ ഞാൻ ഭയക്കുന്നു. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. നമ്മൾ ഇന്നത്തെ വിഷയം ഈ രാഷ്ട്രപതിക്ക് ഡിലീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ഗവർണറുടെ ശുപാർശ സർക്കാർ അട്ടിമറിച്ചു എന്നുള്ളതാണ്. ശരൺകുമാർ, അങ്ങയുടെ ശ്രദ്ധ അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. അങ്ങ് പറഞ്ഞോളൂ. അല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വന്നത് പ്രോ ചാൻസലർ എന്ന് പറയുന്നത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആ മന്ത്രി എന്ന രൂപത്തിലല്ല കത്തെഴുതുന്നത്. ഒരു യൂണിവേഴ്സിറ്റിയുടെ പ്രോ ചാൻസലർ എന്ന രൂപത്തിൽ ഒരു ചാൻസലർ ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇനബിലിറ്റി ടു ആക്ട് ആ സമയത്ത് ഒരു ചാൻസലറെ കൂട്ട് തന്നെ പ്രവർത്തിക്കേണ്ട ഒരേ അധികാരങ്ങളുള്ള ഒരു വ്യക്തിയാണ് കത്തെഴുതുന്നത്. അപ്പോൾ ഇവിടെ ഗവൺമെന്റ് ഇടപെട്ടു എന്നുള്ള തുടർച്ചയായിട്ടുള്ള പരാമർശം വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത്. ഇനി എന്നോട് വന്ന ചോദ്യത്തിലേക്ക് ഞാൻ മറുപടി പറയാം. ഒരിക്കലും ഇവിടെ ആർ ബിന്ദു കത്തയച്ച സമയത്ത് വി സി ഇന്നബിലിറ്റി എന്തായിരുന്നു? അല്ല, ഗവർണർ ഇന്നബിലിറ്റി എന്തായിരുന്നു? അല്ല, കത്തയക്കുന്നതിന് ഇനബിലിറ്റി വേണ്ട. ഞാൻ പറഞ്ഞത് ഒരു ചാൻസലറുടെ ഇനബിലിറ്റിയോ ചാൻസലറുടെ ആബ്സെൻസിലോ ഒരു ചാൻസലറായി പ്രവർത്തിക്കേണ്ടി വരുന്ന ആളാണ് പ്രോ ചാൻസലർ.
അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തെഴുതിയാൽ അതെങ്ങനെയാണ് നിയമവിരുദ്ധതയാകേണ്ടത്? അത് ഇപ്പോൾ ഒരു privilege എന്ന vice വാക്ക് chancellor ഉപയോഗിക്കുമ്പോഴാണ് തുടരുന്ന പ്രശ്നം, ആൾ സർ. നല്ല യോഗ്യതയുള്ള ആളാണ്, It's my അയാൾക്ക് privilege. തുടരാൻ യോഗ്യതയുണ്ട്. ഞാൻ പറഞ്ഞോട്ടെ ഇറ്റ്സ് മൈ പ്രിവിലേജ് എന്ന് മന്ത്രി എടുത്തെടുത്ത് പറയുമ്പോഴാണ് പ്രശ്നം. അത് വെറും ഒരു കത്തല്ല. എനിക്ക് അതിനുള്ള പ്രിവിലേജ് ഉണ്ട് പറയാൻ, ഇന്നയാളെ നിയമിക്കൂ, ഈ സെർച്ച് കമ്മിറ്റി പിരിച്ചുവിടൂ എന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മന്ത്രി എഴുതുന്നതെന്നേ. അതാണ് പ്രശ്നം. നമ്മുടെ വിഷയം അതല്ലെങ്കിൽ അല്ല, അത് രണ്ടും രണ്ടാണ്. ആദ്യം റെക്കമെൻഡേഷൻ ആണ്. അല്ലല്ല ഹാഷ്മി, അത് രണ്ടും രണ്ടായിട്ട് കാണണം. നിയമപരമായിട്ടുള്ള കോണിലൂടെയാണല്ലോ അത് കാണേണ്ടത്. ഒന്ന് ആദ്യത്തെ കത്ത് എന്താണ്? ഇപ്പോൾ വൈസ് ചാൻസലർ ആയിരിക്കുന്ന ആൾക്ക് UGC നിയമപ്രകാരം ഏജ് ബാറിന്റെ വിഷയമില്ല. നിലവിൽ 60 വയസ്സിൽ അദ്ദേഹം പൂർത്തീകരിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന് രണ്ടാമത് തുടർ നിയമനം കിട്ടാൻ എല്ലാ തരത്തിലുള്ള അർഹതയുണ്ടെന്നുള്ള കത്ത്. ആ കത്ത് കിട്ടിയതിന് ശേഷം നിലവിൽ സെർച്ച് കമ്മിറ്റി രൂപപ്പെടുത്തിയ സാഹചര്യത്തിൽ സെർച്ച് കമ്മിറ്റിയുടെ ആവശ്യമില്ല, അത് പിൻവലിക്കാം എന്നുള്ള രണ്ടാമത്തെ കത്ത്. അതിലൊരു നിയമവിരുദ്ധത ഇല്ലെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പറഞ്ഞില്ലേ? ഫയലിൽ പോലും സ്വീകരിക്കാതെ തള്ളി. നിക്ക് 2, ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ ഇതേ രൂപത്തിൽ റിട്ട് അപ്പീൽ നിൽക്കുക. അത് അഡ്മിറ്റ് പോലും ചെയ്തിട്ടില്ല, ഒരു സ്റ്റേയും കൊടുത്തില്ല. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ പോലും ഒരു അഡ്മിഷൻ കിട്ടാതെ ഈ പറയുന്ന ആവശ്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ പിന്നെ എന്ത് കത്തിന്റെ വിവാദം? അത് കോടതി പരിഗണിക്കുകയല്ലേ? ഇപ്പൊ രണ്ടാമത്തെ കാര്യം എന്നോട് ചോദിച്ചത്, ഇപ്പോൾ ഹോണററി ഡീലിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അപേക്ഷയും ഗവൺമെന്റിന്റെ മുന്നിൽ വന്നിട്ടില്ല. ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ഒരു വിഷയം പോലും അറിഞ്ഞിട്ടില്ല. ഇവിടെ ബഹുമാനപ്പെട്ട ജ്യോതികുമാർ ആ ചാപ്റ്റർ 28 വായിച്ചു. ആ ചാപ്റ്റർ 28 എവിടെയെങ്കിലും ഗവൺമെന്റ് എന്നൊരു വാക്കുണ്ടോ? ഗവൺമെന്റ് അറിയണമെന്നുണ്ടോ? ഗവൺമെന്റിന്റെ കൺസെന്റ് വേണമെന്നുണ്ടോ? ഗവൺമെന്റ് ഇടപെടണമെന്നുണ്ടോ? ഒരിടത്തുമില്ല. അതായത് 2/3 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ സെനറ്റിന് അല്ലെങ്കിൽ സിൻഡിക്കേറ്റിന് ഒരു ചാൻസലർക്ക് റെക്കമെൻഡ് ചെയ്യാം, ചാൻസലർക്ക് തീരുമാനമെടുക്കാം. ഇവിടെ ചാൻസലർക്ക് അത്തരത്തിലൊരു റെക്കമെൻഡേഷൻ വന്നാൽ ബഹുമാനപ്പെട്ട ചാൻസലറായ കേരളത്തിൽ എങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതിന് എന്താണ് തടസ്സം? ആരാണ് ഇടപെട്ടത്? ഇവിടെ രമേശ് ചെന്നിത്തല പറഞ്ഞല്ലോ എന്തൊക്കെയോ 6 ചോദ്യം. അതിന് ഉത്തരം പറയേണ്ടത് രമേശ് ചെന്നിത്തല തന്നെയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശനോട് അരുൺകുമാർ ഈ വിഷയത്തിൽ സർക്കാർ ഇടപെട്ടിട്ടേ ഇല്ല എന്ന് മന്ത്രി ആർ ബിന്ദു പറയുന്നതിനെ 100%, അതായത് അങ്ങയുടെ വാക്കുകൾ നാളത്തേക്കും റെക്കോർഡ് ചെയ്യപ്പെടുന്ന വാക്കുകളാണ്, നാളെയും പൊതുസമക്ഷത്തിലുള്ള വാക്കുകളാണ്. ഇനിയൊരു കത്ത് വരില്ല എന്ന ഉറപ്പിൽ മന്ത്രി ആർ ബിന്ദു പറയുന്നു സർക്കാർ ഇടപെട്ടിട്ടില്ല. ഉറപ്പാണല്ലോ അങ്ങേക്കല്ലേ? ഒരിക്കലും സർക്കാർ ഇടപെടേണ്ട ആവശ്യമില്ല. സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ചാപ്റ്റർ 28 ഹോണററി ഡിഗ്രിക്ക് ഒരു ബന്ധമില്ല. അവിടെ 2/3 ഭൂരിപക്ഷത്തിൽ സെനറ്റാണ് തീരുമാനിക്കേണ്ടത്. സിൻഡിക്കേറ്റിന് നേരിട്ട് തന്നെ തീരുമാനം ചാൻസലർക്ക് കൊടുക്കാം. അങ്ങനെ ഒരു തീരുമാനം ഉള്ളതായിട്ട് മനസ്സിലാക്കുന്നില്ല. ഇവിടെ നമ്മുടെ ഗവർണർ ചാൻസലർ അദ്ദേഹത്തിന് ചില ആഗ്രഹങ്ങളുടെ ഭാഗമായി അദ്ദേഹം ബഹുമാനപ്പെട്ട രാഷ്ട്രപതി കേരളത്തിൽ വരുമ്പോൾ ഹോണററി ഡീലിറ്റ് ഡിഗ്രി കൊടുക്കണം എന്ന രൂപത്തിൽ സിൻഡിക്കേറ്റിന് എന്തോ റെക്കമെൻഡേഷൻ കൊടുത്തു. ആ റെക്കമെൻഡേഷൻ സിൻഡിക്കേറ്റ് പൂർണ്ണമായി തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിൽ ഒരിക്കലും ഗവൺമെന്റിനെ ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല. ഗവൺമെന്റ് ഒരു ഘട്ടത്തിൽ പോലും ഗവൺമെന്റിന്റെ മുന്നിൽ ഒരു അപേക്ഷയോ സാഹചര്യമോ നന്നായി പ്രീതിപ്പെടുത്തിയാൽ അപ്പോൾ ഗവർണർക്ക് ഈ രാജ്യത്തിന്റെ അന്തസ്സിനെ വിഘാതമാകുന്ന പ്രശ്നമൊന്നും ഗവർണർ പറഞ്ഞത് വെറുതെയല്ല. ഗവർണർ രാജ്യത്തിന്റെ രാഷ്ട്രപതിക്ക് ഡീലിറ്റ് നൽകണമെന്ന് സിൻഡിക്കേറ്റിനോട് അപേക്ഷിച്ചു, അല്ല നിർദ്ദേശം നൽകി അല്ലേ? അല്ല, അത് ഗവർണർ, ഇത് ഞാൻ വായിക്കാം. സബ്ജക്ട് ടു ദി കണ്ടീഷൻ ദാറ്റ് ദ റെക്കമെൻഡേഷൻ ഈസ് അക്സെപ്റ്റഡ് ബൈ നോട്ട് ലെസ് ദാൻ 2/3 ഓഫ് ദി മെമ്പേഴ്സ് പ്രസന്റഡ് അറ്റ് ദി മീറ്റിംഗ് ഓഫ് ദി സെനറ്റ് ഈസ് കൺഫേംഡ് ബൈ ദ ചാൻസലർ ആണ്. ആദ്യം സെനറ്റ് ആണ് റെക്കമെൻഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ ആഗ്രഹങ്ങളുണ്ട് ചാൻസലർക്ക്. അല്ല സാർ, അങ്ങ് പറയുന്ന അതിന്റെ നിയമവും ചട്ടവും ശരിയാണ്. പക്ഷേ രമേശ് ചെന്നിത്തല രാവിലെ മുതൽ 6 ചോദ്യങ്ങൾ ഉന്നയിച്ചതല്ലാതെ, അന്തരീക്ഷത്തിൽ കിടന്ന് കറങ്ങുന്നതല്ലാതെ ഗവർണർ ഇത്തരത്തിൽ സിൻഡിക്കേറ്റിനോട് ശുപാർശ ചെയ്തിരുന്നു എന്ന് അങ്ങ് പറയുമ്പോഴാണ് എനിക്കുമുള്ള അറിവ്. അങ്ങയുടെ ഉത്തമബോധത്തിൽ പറഞ്ഞതാണല്ലോ അല്ലേ? അല്ല, ഇപ്പൊ ചാൻസലർ അല്ലല്ല, ഞാൻ പറഞ്ഞത് ഇതിനെല്ലാം മറുപടി പറയേണ്ടത് ചെന്നിത്തലയാണ്. 6 ചോദ്യങ്ങൾ ഉന്നയിച്ച ആളുടെ കയ്യിൽ തന്നെ ഉത്തരവുണ്ടല്ലോ. ഗവൺമെന്റിന്റെ മുന്നിൽ ഇതുവരെ ഇത്തരത്തിലൊരു വിഷയം വന്നിട്ടില്ല. ഒരു ആപ്ലിക്കേഷനോ റെക്കമെൻഡേഷനോ ഗവൺമെന്റിന്റെ മുന്നിൽ വന്നിട്ടില്ല. ചെന്നിത്തല ചോദ്യം ഉന്നയിച്ച സ്ഥിതിക്ക് ചെന്നിത്തല തന്നെ ഉത്തരം പറയുകയോ അദ്ദേഹത്തിന്റെ സോഴ്സ് പറയുകയോ ചെയ്യണം. ശ്രീ KVS ഹരിദാസ്, രാഷ്ട്രപതിക്ക് ഡിലീറ്റ് നൽകരുതെന്ന് കേരള സർവകലാശാല തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ. സർവകലാശാല ഡിലീറ്റ് നൽകുന്നതിൽ ഇടപെടാൻ സർക്കാരിന് അവകാശമില്ല, അങ്ങനെ ഇടപെട്ടുമെങ്കിൽ അധികാര ദുർവിനിയോഗമാണെന്നും കേന്ദ്രമന്ത്രി പറയുകയാണ്. രമേശ് ചെന്നിത്തല പറഞ്ഞ 6 ചോദ്യങ്ങളല്ലാതെ BJPക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും അറിവുണ്ടോ? അല്ല ഹാഷ്മി, ആദ്യമായിട്ട് സൂചിപ്പിക്കട്ടെ, ഗവർണറെ ന്യായീകരിക്കാനോ ഗവർണറുടെ നിലപാടുകൾക്ക് അനുകൂലമായിട്ട് നിൽക്കാനോ അല്ല ഞാനിവിടെ നിൽക്കുന്നത്. പക്ഷെ ഒരു കാര്യം പറയാതെയും വയ്യ. അതീവ ഗുരുതരമായ
ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. രാവിലെ ചെന്നിത്തല മാധ്യമങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് 7-8 മണിക്കൂറായി ഇത്തരം ഒരു വലിയ വിവാദം വന്നതിന് ശേഷം വലിയൊരു സ്ഫോടനാത്മകമായ ഒരു മെസ്സേജ് സമൂഹത്തിൻ്റെ മുമ്പിൽ വച്ചതിന് ശേഷം 2 പേരാണ് ഇത് നിഷേധിക്കേണ്ടിയിരുന്നത്. അതിലൊന്ന് കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ തന്നെയാണ്. അദ്ദേഹം നാവ് അനക്കിയിട്ടില്ല ഇതുവരെ. ഇന്ന് വർക്കിംഗ് ഡേ ആണ്, യൂണിവേഴ്സിറ്റിയുടെ ഓഫീസുണ്ട്, അവധി ദിവസമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനോ സർവകലാശാലയ്ക്കോ മാറി നിൽക്കാൻ കഴിയുകയില്ല. രണ്ടാമത്തെ ഗവർണറാണ്, അദ്ദേഹവും മിണ്ടിയിട്ടില്ല. ഇവർ 2 പേരും മൗനം ദീക്ഷിക്കുമ്പോൾ ചെന്നിത്തല പറഞ്ഞതിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് വിശ്വസിക്കാനാണ് എന്നെ പോലുള്ളവർക്ക് കഴിയുക. മറ്റൊരു മാർഗവും നമ്മുടെ മുമ്പിലില്ല. ഇതുകൊണ്ട് കഴിയുന്നില്ല. ഇന്നലെ തന്നെ ഗവർണർ ചില സൂചനകൾ നൽകി നമ്മുടെ മുമ്പിൽ. അങ്ങനെ സൂചന കൊടുത്തു ഒഴിഞ്ഞു മാറേണ്ട ആളാണോ ഗവർണർ? KVS ഹരിദാസ്, രാജ്യത്തിന്റെ അന്തസ്സിന് വിഘാതമാകുന്ന കാരണം കുറെ കാര്യങ്ങൾ പറയുന്നില്ല എന്ന് പറയാതെ പറയാണ് ഗവർണർ. അത് രാജ്യത്തിന് മുന്നിൽ കേരളത്തിന് നാണക്കേടല്ലേ ആ വാക്കുകൾ? അങ്ങനെ പറയാമോ ഗവർണർ? അങ്ങനെ ഗവർണർ പറഞ്ഞാൽ അത് അദ്ദേഹം വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിനില്ലേ ശ്രീ KVS ഹരിദാസ്? ഹാഷ്മി, ഞാൻ ഒന്ന് പറയട്ടെ, പൂർത്തിയാക്കട്ടെ, തിരക്ക് പിടിക്കല്ലേ. ഗവർണർക്ക് ഗവർണറുടേതായ ഒരു സ്റ്റാറ്റസ് ഉണ്ട്. ഗവർണർ എന്ന നിലയിലുള്ള റോളിനെ കുറിച്ചല്ല ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇത് ചാൻസലർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ അധിക ചുമതലയെക്കുറിച്ചാണ്. ഭരണഘടനാപരമായ ഒരു ദൗത്യമാണ് ഗവർണർ എന്ന നിലയിൽ അദ്ദേഹത്തിന് പാലിക്കാനുള്ളത്. അതിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അദ്ദേഹം തുറന്നു പറയും. തുറയാനുള്ള ചുമതലയും അധികാരവും അദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ അദ്ദേഹം എടുത്ത നിലപാടെന്താ? ഞാൻ അതിനെ അംഗീകരിക്കുന്നു. ഗവൺമെൻറ്റുമായിട്ടൊരു ഏറ്റുമുട്ടലിനില്ല. ഞാൻ ഈ ചാൻസലർ എന്ന നിലയിലുള്ള ഇത്തരം ക്രൂര കൃത്യങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ തയ്യാറല്ല. അവരെന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. ഇതാണ് ഗവർണർ എടുത്ത നിലപാട്. അത് ന്യായയുക്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അതുവരെ മനസ്സിലായില്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം അതൊന്നുമല്ല. നാഷണൽ ഡിഗ്നിറ്റിയെ ബാധിക്കുന്നതായ കാരണം പറയുന്നില്ല എന്നൊരു ഗവർണർ ലോകത്തോട് വിളിച്ച് പറയുകയാണ് കേരളത്തെ കുറിച്ച്. ശരിയാണോ അത്? അങ്ങനെ പറഞ്ഞാൽ അതെന്താണെന്ന് വ്യക്തമാക്കണ്ടേ ഗവർണർ? ഹാഷ്മി, ഗവർണർക്ക് പറയാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ അദ്ദേഹം അത് പറയും. ഞാൻ അങ്ങനെ ഇപ്പോഴും വിശ്വസിക്കുന്നേ. സമയമുണ്ട് അതിന്. പറയാൻ പറ്റുന്ന സമയത്ത് അദ്ദേഹം അറിയിക്കേണ്ട കേന്ദ്രങ്ങളിൽ അദ്ദേഹം അറിയിക്കും, പറയും. അതിന് പറ്റിയ ആൾ തന്നെയാണ് കേരളത്തിലെ ഗവർണർ. എനിക്കതിനെക്കുറിച്ച് ആശയക്കുഴപ്പമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ശൈലി നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. എൻ്റെ ചോദ്യം അതൊന്നും അല്ല ഹാഷ്മി. ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നോ? രാഷ്ട്രപതി, ഇന്ത്യയുടെ രാഷ്ട്രപതി, അദ്ദേഹത്തിന് ഡീലിറ്റ് കിട്ടാൻ കേരളത്തിലെ ഒരു സർവകലാശാലയിൽ നിന്ന് വേണ്ട. അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ത്യയിലെ എത്രയോ സർവകലാശാലകൾ അത് കൊടുക്കാൻ തയ്യാറാകും. പക്ഷെ കേരളത്തിലെ ചാൻസലർ എന്ന നിലയിൽ, കേരള യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ എന്ന നിലയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എഴുതുകയും ഈ പ്രശ്നം സിൻഡിക്കേറ്റ് പരിശോധിച്ചോ പരിഗണിച്ചോ? എൻ്റെ ചോദ്യം വളരെ വ്യക്തമാണ്. അത് വ്യക്തമാക്കേണ്ടത് സർവകലാശാലയാണ്. കാശ്മീർ, ഒരു കാര്യം കൂടി, ഞാൻ ഇന്ന് ആ സിൻഡിക്കേറ്റിൻ്റെ ഘടനയെ ഒന്ന് പരിശോധിച്ചു. അതിൽ വൈസ് ചാൻസലറുണ്ട്, പ്രോ വൈസ് ചാൻസലറുണ്ട്, പിന്നെ 4 IAS ഉദ്യോഗസ്ഥന്മാരുണ്ട്, 4 പേര്, ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ. കോളേജ് എഡ്യൂക്കേഷൻ്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉണ്ട്, അതേപോലെ DPA ഉണ്ട്, ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി ഉണ്ട്. അങ്ങനെ 4 IASകാർ തന്നെയുണ്ട്. ഗവൺമെൻറ് കോളേജുകളുടെ പ്രിൻസിപ്പൽമാരുണ്ട്. ഇവരടങ്ങുന്ന ഒരു സമിതി ഈ കാര്യം പരിശോധിക്കുകയും രാഷ്ട്രപതിക്ക് ഡീലിറ്റ് കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ടോ? അത് ഗുരുതരമായ പ്രശ്നമാണ്. ഈ IASകാർ ഒന്നിച്ചിരുന്നിട്ട് വൈസ് ചാൻസലറും പ്രോ വൈസ് ചാൻസലറും ഇരുന്നിട്ട് അതിൽ പിന്നെ കുറേ മാർക്സിസ്റ്റുകാരും ഉണ്ട്. ഇവർ കൂടിയിട്ട് ഈ സിൻഡിക്കേറ്റ് ഈ കാര്യം പരിഗണിച്ചിട്ടുണ്ടോ, പരിശോധിച്ചിട്ടുണ്ടോ? അവർ രാഷ്ട്രപതിക്ക് ഡീലിറ്റ് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? ആ വിവരം പുറത്തു വരണം, കേരള സമൂഹം അറിയണം. ഇത് സിൻഡിക്കേറ്റിന്റെ തീരുമാനമാണെങ്കിൽ ആ തീരുമാനത്തിന്റെ മിനിറ്റ്സ് പുറത്തു വരണം, കേരളം ചർച്ച ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു, രാഷ്ട്രപതിയെ
അല്ല, ഇന്ത്യയിലെ ഒരു ദളിത് രാഷ്ട്രപതിയെ അപമാനിക്കുകയാണ് കേരളത്തിലെ സർവകലാശാല ചെയ്തത്. അതിന് ഇവിടുത്തെ മുതിർന്ന IAS ഉദ്യോഗസ്ഥന്മാർ അങ്ങനെയൊക്കെ പറയാൻ നമ്മുടെ മുന്നിൽ 6 ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. KVS ഹരിദാസ്, രാഷ്ട്രപതിയെ കേരളം സിൻഡിക്കേറ്റ് അവഹേളിച്ച് അവമാനിച്ചു എന്ന് പറയാൻ ഇപ്പോഴും അവ്യക്തമായ 6 ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അവ്യക്തമായ 6 ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ചോദ്യങ്ങൾ വ്യക്തത വരുമ്പോഴാണ് അങ്ങ് പറഞ്ഞ പ്രസ്താവനയ്ക്ക് സാങ്കത്യമുണ്ടാവും. ഞങ്ങളിലേക്ക് എത്താം. ശ്രീ ജോസഫ് സി മാത്യു, നമുക്കറിയാവുന്ന കാര്യം, ഇതിങ്ങനെ ഒരു കത്തെഴുതുന്നു ഗവർണർ സർക്കാരിന്. 10-21 ദിവസമായി കാണ്ടം അതിങ്ങനെ തുടരുകയാണ്. അതിന്റെ പിന്നിൽ അന്ന് ഇന്നലെ ഗവർണർക്ക് പറഞ്ഞ പുതിയ കാര്യങ്ങൾ പറയാനുണ്ട്. ഇല്ല, വരും സർ. ശ്രീ ജോസഫ് സി മാത്യു, 6 ചോദ്യങ്ങൾ രമേശ് ചെന്നിത്തല പറയുന്നു. ജ്യോതികുമാർ ചാമക്കാല പറയുന്നു വരും ദിവസങ്ങളിൽ അതിന്റെ രേഖകൾ പുറത്തു വരുമെന്ന് പറയുന്നു. ശ്രീ ജോസഫ് സി മാത്യു, ഇതിങ്ങനെ എത്ര കാലം തുടരുമെന്നാണ് ഗവർണറും സർക്കാരുമുള്ള ഏറ്റുമുട്ടൽ? ഹാഷ്മി, ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പം ബഹുമാനപ്പെട്ട ശ്രീ KVS ഹരിദാസ് വളരെ വൈകാരികമായി പറഞ്ഞ കാര്യങ്ങൾ, ഹാഷ്മി അതിനോട് കൺകർ ചെയ്തുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ, അതിനോടുള്ള വിയോജിപ്പും കൂടി ഞാൻ പറയട്ടെ. ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്ക് ഡോക്ടറേറ്റ് കൊടുക്കണോ ഡീലിറ്റ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം കേരള യൂണിവേഴ്സിറ്റി പരിഗണിച്ച് അത് കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ അത് രാഷ്ട്രപതിയെ അപമാനിക്കലോ അത് രാജ്യത്തെ അപമാനിക്കലോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരാൾ രാഷ്ട്രപതി ആയതുകൊണ്ട് മാത്രം കൊടുക്കേണ്ടി വരുന്ന ഒരു പദവിയോ ഒരു ബിരുദമോ ഉണ്ടെന്നും ഞാൻ വിചാരിക്കുന്നില്ല. കേരള യൂണിവേഴ്സിറ്റി ഇത്തരത്തിലൊരു ഓണററി ബിരുദം കൊടുക്കുക വഴി രാഷ്ട്രപതിയുടെ അഭിമാനമോ രാജ്യത്തിൻ്റെ അഭിമാനമോ ഉയരുമെന്നോ അത് കൊടുക്കാതിരിക്കുന്നതുകൊണ്ട് അത് തകരുമെന്നോ ഞാൻ കരുതുന്നില്ല. എനിക്കിത് മനസ്സിലാകുന്നില്ല. നമ്മളെന്തിനാണ് അത്തരം ഒരു വൈകാരികമായിട്ടുള്ളൊരു വിഷയത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ജാതി, അദ്ദേഹത്തിൻ്റെ പദവി, രാഷ്ട്രത്തിൻ്റെ മാന്യത ഇതിലേക്കൊക്കെ ഇതിനെ കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാ യൂണിവേഴ്സിറ്റികളും തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർക്കെല്ലാം ഓരോ ബിരുദം അങ്ങ് നൽകിയാൽ മതിയല്ലോ. അങ്ങനെയാണ് അതിനെ കാണേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ വിഷയത്തിൽ പോലും ഞാൻ കരുതുന്നത് X or Y ഒരാൾക്ക് പദവി ഇത്തരത്തിലൊരു ബിരുദം നൽകണം, അല്ലെ ബിരുദാനന്തര ബിരുദം, അല്ലെ ഡോക്ടറേറ്റ് നൽകണം എന്ന് തീരുമാനിക്കേണ്ടത് യൂണിവേഴ്സിറ്റിയും യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റും ആണെന്നിരിക്കെ അതിൽ സർക്കാർ കൈകടത്തുകയും സർക്കാരിൻ്റെ ഇംഗിതം മനസ്സിലാക്കി ദി ഗവൺമെൻറ് ഓഫ് ദ ഡേ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് എന്നുള്ള കാരണത്താൽ തീരുമാനമെടുക്കുന്നവരായി യൂണിവേഴ്സിറ്റി പരിമിതപ്പെട്ടു പോയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനപ്പുറത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം അതിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഗവർണർ പറഞ്ഞതുപോലെ രാജ്യത്തിൻ്റെ മാനവമായിട്ടുള്ള പ്രശ്നം ഈ പുറത്തു വന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അല്ലെങ്കിൽ അതിനപ്പുറത്ത് എന്തെങ്കിലും റിമാർക്സ് സർവകലാശാല നടത്തിയെങ്കിൽ അത് ഗൗരവതരമാണ്. ഇവിടെ നമ്മൾ ഇപ്പോൾ ഹാഷ്മി ചോദിച്ച ചോദ്യത്തോടും കൂടി ചേർത്ത് ഒരു പൊതുസമൂഹത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ സർവകലാശാലകളുടെ പ്രവർത്തനത്തിൽ സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ അത് എത്തരത്തിലാണ് ഇവിടുത്തെ അക്കാദമിക് രംഗത്തെയും സർവകലാശാലയും ദോഷകരമായി ബാധിക്കുന്നത് എന്നുള്ള കാര്യം ഗവർണർ അദ്ദേഹത്തിൻ്റെ കത്തിലൂടെ പരസ്യമായി ഉയർത്തുകയുണ്ടായി. അപ്പോൾ പതിവിന് വിപരീതമായി നിരവധി സർവകലാശാലകളിൽ നടത്തുന്ന ഇടപെടലുകൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് കണ്ണൂർ, കാലടി, ശ്രീനാരായണ യൂണിവേഴ്സിറ്റി അതുപോലെ നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ കത്തിലൂടെ ഈ ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നുവെന്നും പലതിനും ഞാൻ വിധേയനായി നിന്നു കൊടുത്തിട്ടുണ്ടെന്നും ഇനിയും അങ്ങനെ തുടരാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഭയത്തോടു കൂടിയോ അല്ലെ പ്രീതിയോടു കൂടിയോ അതിന് നിന്നു കൊടുത്തു എന്നുള്ളത് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സത്യപ്രതിജ്ഞാ ലംഘനവും കൂടിയാണ്. അദ്ദേഹം അത് ചെയ്യാൻ പാടില്ലാതിരുന്നതാണ്. എന്നിരുന്നാലും അദ്ദേഹം എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാനത് തിരുത്താൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ മാനുഷികമായി അത് ഒരു പരിഗണന അദ്ദേഹത്തിന് കൊടുക്കാവുന്നതാണ് എന്നാണ് നമ്മൾ മുൻ ചർച്ചകളിലൊക്കെ ചൂണ്ടിക്കാണിച്ചത്. അതിനോട് പക്ഷേ ഉള്ള രണ്ടാമത്തെ വിഷയം അതിനോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ്. അദ്ദേഹം പ്രതികരിക്കുന്നത് ഞാൻ ഇനി ചാൻസലർ അല്ല എന്നാണ്. തുടക്കത്തിൽ എന്നെ മാറ്റൂ, നിങ്ങൾ ഓർഡിനൻസ് കൊണ്ടുവരൂ, ഞാൻ അപ്പോൾ തന്നെ ഒപ്പിട്ട് തരാം, നിങ്ങൾ വേറെ ആരെങ്കിലും ചാൻസലറായി തുടരൂ എന്ന് പറഞ്ഞത് അദ്ദേഹം എടുക്കുന്ന ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പൊസിഷൻ എന്നുള്ള രീതിയിൽ നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ തുടർന്ന് ഇപ്പോഴദ്ദേഹം പറയുന്നത്
ഞാൻ ഇത്രാം തീയതി മുതൽ ചാൻസലർ അല്ല എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിലവിൽ നിൽക്കുന്ന ഒരു നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്, ആ നിയമം ഞാൻ അനുസരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. നമ്മൾ ഓർമ്മിക്കേണ്ടത് പൗരത്വ നിയമത്തിൻ്റെ ചർച്ച വരുന്ന ഘട്ടത്തിൽ നമ്മുടെ സ്റ്റേറ്റ് അസംബ്ലി നിയമസഭ അതിനെതിരെ പ്രമേയം പാസ്സാക്കിയപ്പോൾ രാജ്യത്ത് പൗരത്വം സംബന്ധിച്ച നിയമനിർമ്മാണത്തിനുള്ള അവകാശം പാർലമെൻറ്റിനാണെന്നും അതിന് വിരുദ്ധമായി ഒരു പ്രമേയം പാസ്സാക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇല്ലീഗലാണെന്നും അതുകൊണ്ട് തന്നെ അത് അനുവദിക്കാവുന്നതല്ല എന്നുമാണ് അദ്ദേഹം പരസ്യമായ നിലപാടെടുത്തത്. അപ്പോൾ ഇവിടെ നിയമനിർമ്മാണത്തിന് അവകാശമുള്ള നിയമസഭ ഒരു നിയമം നിർമ്മിച്ചിരിക്കെ ആ നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥനായ ഒരു പൗരനാണ് അദ്ദേഹം. അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിക്കുന്ന പോലെ ഗവർണർ എന്നുള്ള രീതിയിലുള്ള ഭരണഘടനാപരമായ ഒരു പദവിയുടെ ഭാഗമായി ലഭിച്ചതല്ല ഈ ചാൻസലർ പദവി. ഈ കേരള നിയമസഭ പാസാക്കിയ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു കർത്തവ്യമാണത്. അത് ഏകപക്ഷീയമായി എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് ഗവർണറായിരിക്കെ പറയാൻ കഴിയില്ല. അദ്ദേഹം ആ നിയമം ഞാൻ ലംഘിച്ചിരിക്കുന്നു, അത് ലംഘിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അത് യഥാർത്ഥത്തിൽ ഒരു പൗരനെന്നുള്ള രീതിയിൽ അദ്ദേഹം ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ മുൻ നിലപാടുകൾക്ക് വിരുദ്ധവുമാണ്. ഇത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഇങ്ങനെ ഒരു കടന്ന നടപടിയിലേക്ക് കൊണ്ടുപോകുന്നത്? ഞാനങ്ങനെ കത്താം ജോസഫ് മാത്യു. ഉറപ്പായിട്ടും രാജ്യത്തിൻ്റെ അന്തസ്സ് എന്നൊക്കെ പറയുമ്പോൾ അത് കടന്ന മറുപടി തന്നെയാണ്, സംശയം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, രാഷ്ട്രപതിക്ക് ഡിലീറ്റ് നൽകുന്ന കാര്യം ഗവർണർ സിൻഡിക്കേറ്റിനോട് നിർദ്ദേശിച്ചിരുന്ന കാര്യം അഡ്വക്കേറ്റ് അരുൺകുമാർ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും അത്രയും സ്ഥിരീകരണമായ 6 ചോദ്യങ്ങളിൽ ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞതിൽ ചില പാകപ്പിഴകൾ ചൂണ്ടിക്കാണിക്കാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ്. ഈ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളുടെ എണ്ണത്തെ സംബന്ധിച്ച് തന്നെ അദ്ദേഹം പറഞ്ഞതിൽ പാകപ്പിഴകളുണ്ട്, ഞാൻ അതിനൊന്നും തർക്കിക്കാനില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത് 15ഓളം സർവകലാശാലകളിൽ പ്രോ ചാൻസലറായിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, തെറ്റാണ്. ഇവിടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ പ്രോ ചാൻസലറായിട്ടിരിക്കുന്നത് കൃഷി മന്ത്രിയാണ്, പ്രസാദാണ്. ഫിഷറീസ് സർവകലാശാലയുടെ പ്രോ ചാൻസലറായിട്ടിരിക്കുന്നത് ഫിഷറീസ് മിനിസ്റ്ററാണ്. അതുപോലെ തന്നെ ലോ സർവകലാശാല ന്യൂവാൽസിൻ്റെ പ്രോ ചാൻസലറായിട്ടിരിക്കുന്നത് നിയമമന്ത്രിയാണ്. വെറ്റിനറി സർവകലാശാലയുടെ പ്രോ ചാൻസലറായിട്ടിരിക്കുന്നത് ചിഞ്ചുറാണിയാണ്. അതുപോലെ കലാമണ്ഡലത്തിൻ്റെ പ്രോ ചാൻസലറായിട്ടിരിക്കുന്നത് നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ അതിലൊക്കെ വ്യത്യാസമുണ്ട്. അതൊക്കെ കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കുന്നത് നന്നായിരിക്കും. അതിനപ്പുറത്തേക്ക് അദ്ദേഹം പറഞ്ഞത് പ്രോ ചാൻസലർ മന്ത്രി കത്ത് നൽകിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് ഒരേ ദിവസം 2 കത്ത് നൽകിയോ പറയുന്നത്. ആദ്യത്തെ കത്തിൽ അദ്ദേഹം പറഞ്ഞത് രണ്ടാമത്തെ കത്തിൽ പറഞ്ഞത് 2-2 ആണെന്നാണ്. ആദ്യത്തെ കത്തിൽ അവർ പറയുന്നത് സ്പെസിഫിക്കായി പറയുന്നുണ്ട്. ആദ്യം കൊടുത്ത 304 നമ്പർ കത്തിൽ സ്പെസിഫിക്കായി പറയുന്നുണ്ട് ഗവർണർ രൂപീകരിച്ച 27/11/2021 രൂപീകരിച്ചിട്ടുള്ള സെർച്ച് കമ്മിറ്റി പിരിച്ചുവിടണമെന്നും പിരിച്ചുവിട്ട് നിലവിലെ വൈസ് ചാൻസലറായിരിക്കുന്ന ഗോപിനാഥ് രവീന്ദ്രന് റീ അപ്പോയിൻമെൻറ്റ് കൊടുക്കണമെന്നും സ്പെസിഫിക്കായി പറയുന്നുണ്ട്. ഞാൻ താങ്കൾക്ക് വേണമെങ്കിൽ വാചകം വായിക്കാൻ സമയ ചുരുക്കം മൂലം ഞാനത് വായിക്കുന്നില്ല എന്ന് മാത്രം. അതിനെ തുടർന്ന് എക്സ്ട്രാ ഓർഡിനറി ഗസറ്റ് അതേ ദിവസം ഇറങ്ങിയിട്ട് അന്ന് തന്നെ വീണ്ടും മന്ത്രി കത്ത് കൊടുക്കുന്നു. ഈ ഗോപിനാഥ് രവീന്ദ്രനെ വീണ്ടും റീ അപ്പോയിൻമെൻറ്റ് ചെയ്യണം. ഞാൻ സമയ ചുരുക്കം മൂലം ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഞാനത് അവസാനിപ്പിക്കും. താങ്കൾ പറഞ്ഞത് തെറ്റാണ്. പിന്നെ കോടതിയിൽ സിംഗിൾ ബെഞ്ച് ഹർജി ഫയൽ സ്വീകരിച്ചിട്ടില്ല. ഡിവിഷൻ ബെഞ്ച് ഫയൽ സ്വീകരിക്കുകയും ഗവർണർ ഉൾപ്പെടെ നോട്ടീസ് അയക്കുകയും ഗവർണർ നോട്ടീസ് കൈപ്പറ്റാതെ ഗവൺമെൻറ് തിരിച്ചു കൊടുത്തൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. വരട്ടെന്നേ, ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ വന്നിട്ടുണ്ട്. അത് വരട്ടെ. ഇനി അതിനപ്പുറത്തേക്ക് താങ്കൾ പറയുന്ന ചില കാര്യങ്ങൾ ഗവൺമെൻറ് അറിയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലല്ലോ ഗവൺമെൻറ് അറിയണമെന്ന്. ഗവൺമെൻറ് അറിയാൻ പാടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിലെ സ്റ്റാറ്റ്യൂട്ടിലെ കേരള സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ട് 28 അനുസരിച്ച് ചാപ്റ്റർ 28 അനുസരിച്ച് ഒരു കാരണവശാലും ഗവൺമെൻറ്റിനോ മറ്റൊരു ബാഹ്യ ശക്തികൾക്കോ ഇതിൽ ഇടപെടാൻ അവകാശമില്ല. ഇത് സർവകലാശാലയുടെ സ്വയംഭരണത്തെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ സർവകലാശാല സിൻഡിക്കേറ്റാണ് തീരുമാനമെടുക്കേണ്ടത്. ആ തീരുമാനം എന്താ പറയുക, സെനറ്റ് അംഗീകരിച്ചുകൊണ്ട് ഗവർണറുടെ അസന്റ് വേണം. അല്ല, ഈ സിൻഡിക്കേറ്റ് തീരുമാനത്തിൽ ഗവർണർ ഇടപെട്ടു എന്ന് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ഏത് സിൻഡിക്കേറ്റ് തീരുമാനത്തിലാണ്? ഇപ്പോൾ സിൻഡിക്കേറ്റിൽ നിർദ്ദേശിച്ചു ഗവർണർ എന്നുവരെ അഡ്വക്കേറ്റ് അരുൺകുമാർ പറയാതെ പറഞ്ഞു. അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. ആ സിൻഡിക്കേറ്റ് സർക്കാരുമായി കൺകറൻസ് ഉണ്ടായി എന്ന് നിങ്ങൾ ആരോപിക്കുന്നത് ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ്? അതിൻ്റെ രേഖകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. അതിനിപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിൻ്റെ സോഴ്സ് എല്ലാം രമേശ് ചെന്നിത്തല പറയണമെന്ന് അദ്ദേഹം പറയുന്നത്. ഇതേ വാദഗതികളായിരുന്നു ബിന്ദു കത്ത് കൊടുത്തു എന്ന് പറഞ്ഞപ്പോഴും ഉണ്ടായിരുന്നത്. ഞാൻ ആവർത്തിക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് കാലടി സർവകലാശാലയിൽ, സംസ്കൃത സർവകലാശാലയിൽ PGക്ക് ഡിഗ്രി പാസ്സാകാത്തവർക്ക് അഡ്മിഷൻ കൊടുത്തതുമായി ബന്ധപ്പെട്ട ഒരു വിവാദമുണ്ടായി. ഞാനും ഇതേ അരുൺകുമാറുമായി ഒരു ചാനൽ ചർച്ചയിലിരുന്നു. അരുൺകുമാർ എന്നെ വെല്ലുവിളിച്ചു, നിങ്ങൾക്ക് തെളിയിക്കാമോ, ഒരാളുടെയെങ്കിലും പേര് പറയാമോ, നിങ്ങൾ സോഴ്സ് പ്രഖ്യാപിക്കണം, നിങ്ങൾ അനീതിയാണ് കാണിക്കുന്നത്, സർവകലാശാലയുടെ നീതികേടാണ് കാണിക്കുന്നത്, ഒരു മഹത്തായ സർവകലാശാലയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന്. അതേ വിഷയത്തിൽ വിവരങ്ങൾ പുറത്തു വന്നു. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ അതേ ചാനലിൽ അതേ പാനലിൽ വെച്ചുകൊണ്ട് ഡിബേറ്റ് വെച്ചു.
അരുൺകുമാർ പങ്കെടുത്തില്ല. അരുൺകുമാർ മാറി നിൽക്കുകയായിരുന്നു. കാര്യം എന്താ, വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ അന്ന് പറഞ്ഞതെന്ന് പിന്നീട് ബോധ്യപ്പെടുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്കൾ ഞാൻ അടുത്തത് അതിലേക്ക് ഗവർണർ നിർദ്ദേശിച്ചു, സർക്കാർ ഇടപെട്ട് അട്ടിമറിച്ചു എന്ന് പറയുന്നത് എന്ത്? താങ്കൾ അങ്ങ് പറയുന്ന ഈ വിഷയങ്ങളൊന്നും പറയാതെ പോകുന്ന തുലനം ചെയ്യാൻ കഴിയുന്നതേ അല്ല. ഞാൻ താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. ഞാൻ പറയുന്നത് അരുൺകുമാർ ഇവിടെ സോഴ്സ് വ്യക്തമാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വാദഗതികളുടെ എല്ലാം സോഴ്സ് പരസ്യമാണ് ഇതുവരെ. ഇപ്പോൾ ഞങ്ങൾ ആവർത്തിക്കുന്നു, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടേണ്ടത് ഗവർണറും അതുപോലെ തന്നെ സർക്കാരും അതുപോലെ തന്നെ താങ്കളൊന്ന് നിർത്തുന്നേ. താങ്കളൊന്ന് നിർത്തുന്നേ. ഇവിടെ CPI-യും കേരളയുമായി ബന്ധപ്പെട്ട് CPI-യും LJD-യും ഒക്കെ ഉള്ള വ്യത്യാസമുണ്ടല്ലോ. അത് പല വിഷയങ്ങളുണ്ട്. താങ്കൾ നിർത്തുക, ഞാൻ പറഞ്ഞു തീരട്ടെ. താങ്കൾ പറഞ്ഞപ്പോഴെല്ലാം ഈ താങ്കൾ പറഞ്ഞ തെറ്റുകൾ ഉൾപ്പെടെ ഞാൻ കേട്ടുകൊണ്ടിരുന്നതല്ലേ, പിന്നീടല്ലേ ഞാൻ തിരുത്തിയത്. താങ്കൾ തിരുത്തിക്കോളൂ, ഞാൻ പറഞ്ഞു തീരട്ടെ. ഒന്നെങ്കിൽ താങ്കൾ സമ്മതിച്ചല്ലോ, ഇന്നലെ ചർച്ചയിൽ നിന്നെങ്കിലും താങ്കൾ മാറിയുന്നു എന്നുള്ള കാര്യം, അതിന് താങ്കൾ തർക്കമല്ലോ. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ അദ്ദേഹം ചോദിക്കുന്നു, ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, മന്ത്രിയുടെ കത്തുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തർക്കമുണ്ടായിരുന്നു. എവിടെയായിരുന്നു ശരി? ഞങ്ങൾ പറഞ്ഞതല്ലേ ശരിയായിട്ടുള്ളത്? കാലടി സർവകലാശാലയിൽ നിയമവിരുദ്ധമായി ഡിഗ്രി പാസ്സാകാത്തവർക്ക് PG-ക്ക് അഡ്മിഷൻ കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തർക്കിച്ചു. നിങ്ങൾ ഞങ്ങളെ വെല്ലുവിളിച്ചു. എവിടെയായിരുന്നു ശരി? ഞങ്ങൾ പറഞ്ഞതായിരുന്നു ശരി. ഇവിടെ ഞങ്ങൾ തർക്കിക്കുന്നു. എങ്കിൽ ഞങ്ങൾ തിരിച്ചൊരു ചോദ്യം, സർവകലാശാലയിൽ താങ്കൾ തന്നെ സമ്മതിച്ചു, വൈസ് ചാൻസലറോട് ചാൻസലർ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇങ്ങനെ ഒരു ഡീലിറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം പരിഗണിക്കണം, പരിശോധിക്കണം എന്നൊരു നിർദ്ദേശം കൊടുത്തു. ആ നിർദ്ദേശം കൊടുത്താൽ അത് ആ സർവകലാശാലയുടെ സിൻഡിക്കേറ്റിന്റെ അജണ്ടയിൽ ഉണ്ടാകണ്ടേ? ആ അജണ്ടയിൽ പെടുത്തിയിട്ടുണ്ടോ? ആ അജണ്ടയിൽ പെടുത്തിയതിന്റെ നമ്പർ നിങ്ങൾക്ക് ഒന്ന് പറയാമോ? ഏത് സിൻഡിക്കേറ്റിലെ അജണ്ടയിലാണ് നിങ്ങൾ പരിഗണിച്ചിട്ടുള്ളത്? എന്തായിരുന്നു നിങ്ങളുടെ തീരുമാനം? അപ്പോ അതില്ലാത്തടത്തോളം കാലം എങ്ങനെ ഇത്തരത്തിൽ ഒരു ചാൻസലർ കൊടുത്ത റിക്വസ്റ്റ് അപ്രത്യക്ഷമായി? എവിടെ അപ്രത്യക്ഷമായി? അതിനെ സംബന്ധിച്ച് മറുപടി കൊടുത്തിട്ടുള്ളൂ. ഞാൻ ഇപ്പോഴും ഞാൻ പറയട്ടെ അരുൺകുമാറെ, കേട്ടിട്ട് താങ്കൾ മറുപടി പറയൂ. ഇവിടെ ഇത് എന്റെ സമയം, എനിക്ക് സമയം അനുവദിച്ചു. താങ്കൾ സമയം അനുവദിക്കട്ടെ. ഇവിടെ ഒരു മിനിറ്റ് ഇവിടെ കേട്ടോളൂ. ഇവിടെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇവിടെ ശ്രീ ജോസഫ് സി മാത്യു ഉപയോഗിച്ച ഒരു ആങ്കറോ ആയോ? ഞാനൊന്ന് പറയട്ടെ സഖാവേ, കേൾക്ക്. താങ്കൾ അസ്വസ്ഥരായിരിക്കൂ. ഈ അസ്വസ്ഥതയാണ് ഈ ഹയർ എഡ്യൂക്കേഷൻ തകർക്കുന്നത്. ഇവിടെ ജോസഫ് സി മാത്യു പറഞ്ഞൊരു വാചകമുണ്ട്, ദ ഗവൺമെന്റ് ഓഫ് ദ ഡേ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ്. ആ വാചകം താങ്കൾ കോട്ട് ചെയ്ത് വെച്ചോളൂ. ഇടവേള